ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലോക പരിസ്ഥിതി ദിന ക്വിസ് പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ആ വീഡിയോ കാണുക. അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2026 പരിസ്ഥിതി ദിന തീം അഥവാ മുഖ്യ വിഷയം എന്താണ്? 2026 പരിസ്ഥിതി ദിന തീം അഥവാ മുഖ്യ വിഷയം എന്താണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കാലാവസ്ഥാ വ്യതിയാനമാണ്. 2026 പരിസ്ഥിതി ദിന തീം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏതാണ്? ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏതാണ്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1973 ജൂൺ 5 ആണ്. 1973 ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആഘോഷിച്ചത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പോൾ ഉത്തരം റേച്ചൽ കാഴ്സൺ ആണ്. ആധുനിക പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഇതാണ് നാലാമത്തെ ചോദ്യം. അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്? ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്? ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം UNEP ആണ്. UNEP സംഘടനയുടെ ഭാഗത്തിലാണ് ലോക പരിസ്ഥിതി ദിനം നാം ആചരിക്കുന്നത്. ഇനി ആറാമത്തെ ചോദ്യം ഇതാണ്: ദേശീയ കാർഷിക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ദേശീയ കാർഷിക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഇതാണ് ആറാമത്തെ ചോദ്യം. അപ്പോൾ ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചരൺ സിംഗ് ആണ്. ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് നാം ദേശീയ കാർഷിക ദിനമായി ആചരിക്കുന്നത്. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1973 ആദ്യ പരിസ്ഥിതി ദിന മുദ്രാവാക്യം എന്തായിരുന്നു? 1973 ആദ്യ പരിസ്ഥിതി ദിന മുദ്രാവാക്യം എന്തായിരുന്നു? ഇതാണ് ഏഴാമത്തെ ചോദ്യം. അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു ഭൂമി മാത്രം. 1973 ആദ്യ പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യമാണ് ഒരു ഭൂമി മാത്രം. ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന ഘടകം ഏതാണ്? ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന ഘടകം ഏതാണ്? ഇതാണ് എട്ടാമത്തെ ചോദ്യം. ഇപ്പോൾ ഉത്തരം വരുന്നത് ക്ലോറോഫ്ലൂറോ കാർബൺ ആണ്. ക്ലോറോഫ്ലൂറോ കാർബൺ, ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് CFC. ഇനി നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതാ ഒമ്പതാമത്തെ ചോദ്യം. പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ്? പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ്? ഇതാണ് ഒമ്പതാമത്തെ ചോദ്യം. അപ്പോൾ പരിസ്ഥിതിക്ക് നൽകുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയുടെ പേരാണ് ഇക്കോമാർക്ക്. ഇനി നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
ഏറ്റവും വേഗത കൂടിയ കാറ്റിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിന് പറയുന്ന പേരെന്താണ്? ഏറ്റവും വേഗത കൂടിയ കാറ്റിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിന് പറയുന്ന പേര് എന്താണ്? ഇതാണ് 10ാമത്തെ ചോദ്യം. ഉത്തരം ചുഴലിക്കാറ്റാണ്. ചുഴലിക്കാറ്റാണ് ഏറ്റവും വേഗത കൂടിയ കാറ്റിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തം. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഇതാണ് 11ാമത്തെ ചോദ്യം. ഉത്തരം ഡെറാഡൂണാണ് ഫോറസ്റ്റ് ഓഫ് സർവേയുടെ ആസ്ഥാനം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആമസോൺ കാടുകൾ കൂടുതലുള്ള രാജ്യം ഏതാണ്? ആമസോൺ കാടുകൾ കൂടുതലുള്ള രാജ്യം ഏതാണ്? ഇതാണ് 12ാമത്തെ ചോദ്യം. ആമസോൺ കാടുകൾ കൂടുതലുള്ള രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ബ്രസീലാണ്. ബ്രസീൽ രാജ്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആമസോൺ കാടുകൾ ഉള്ളത്. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? നേരത്തെ നമ്മൾ നോക്കിയ സംഘടനയുടെ പേരാണ് UNEP. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം നെയ്റോബിയാണ്. നെയ്റോബി കെനിയയിലാണ് നെയ്റോബി. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? പറഞ്ഞാൽ വേൾഡ് എർത്ത് ഡേ. അപ്പോൾ ഏപ്രിൽ 22-നാണ് നമ്മൾ ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത്. വേൾഡ് എർത്ത് ഡേ ഏപ്രിൽ 22-നാണ് കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? ഇതാണ് 15ാമത്തെ ചോദ്യം. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂരാണ് കേട്ടോ. അതുപോലെ തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയും കണ്ണൂർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ പരിസ്ഥിതി ദിന ക്വിസ് പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നും 15 ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇനി പാർട്ട് 3 ഉടനെ വരുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ. Thank you for watching.